ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ വളരെ ഹെൽത്തിയായ ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. കഞ്ഞിവെള്ളം കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം തോന്നി, കഞ്ഞിവെള്ളം കൊണ്ട് ഹൽവ ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷേ അത് സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ആകെ ഒരു സംശയമായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഹൽവ നല്ല സൂപ്പർ സക്സസ് ആയിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ള ഹൽവ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നാച്ചുറലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ടേസ്റ്റി ഹൽവ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ട് ഇത്. അടുപ്പത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കഞ്ഞിവെള്ളം നന്നായി അരിച്ചെടുത്തതാണ്. ഇതിൽ വറ്റോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ പാടയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കഞ്ഞിവെള്ളം അരിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ബീട്രൂട്ട് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. കഞ്ഞിവെള്ളം നന്നായി തിളച്ചു. ബീട്രൂട്ടിൻ്റെ റെഡ് കളറൊക്കെ കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ബീട്രൂട്ട് കോരി മാറ്റാം. ആർട്ടിഫിഷ്യൽ കളറ് ചേർക്കുന്നതിന് പകരമാണ് ബീട്രൂട്ട് മുറിച്ചിട്ട് ബീട്രൂട്ടിൻ്റെ കളറ് കഞ്ഞിവെള്ളത്തിലേക്ക് ഇറക്കിയത്. ഇനി ഈ ബീട്രൂട്ട് കഷ്ണങ്ങൾ ഇതിൽ ആവശ്യമില്ല, അതുകൊണ്ട് ഇത് കോരി മാറ്റാം. കഞ്ഞിവെള്ളം തിളയ്ക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ നല്ല കട്ടിയിൽ വരുന്ന പത ഇതുപോലെ കോരി മാറ്റാം. ഇതിൻ്റെ സൈഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കഞ്ഞിവെള്ളത്തിന് കട്ടി കുറവാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ കഞ്ഞിവെള്ളം പെട്ടെന്ന് കുറുകി കിട്ടും. ഞാനിവിടെ കോൺഫ്ലവർ ഒന്നും ചേർക്കണില്ല. കഞ്ഞിവെള്ളം തിളച്ച് വറ്റി ഏകദേശം പകുതിയായി. ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ളത്ര പഞ്ചസാര, ഏകദേശം 200 ഗ്രാം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം. കുറച്ചുകൂടെ വറ്റി കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നെയ്യ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്തിട്ട് ഈ ഹൽവ ഉണ്ടാക്കാം. കുറുകി വരുന്തോറും കൈവിടാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. കഴിവതും ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആവുമ്പോൾ അധികം ഒട്ടിപ്പിടിക്കാതെയും അടി പിടിക്കാതെയും ഒക്കെ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നന്നായി കുറുകി തുടങ്ങി. ഈ സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ലതാണ്. എൻ്റെ കയ്യിൽ വെളുത്ത എള്ളില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കണില്ല. അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും ഹൽവയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കണതല്ലേ. പിന്നെ ഇടയിൽ ഇങ്ങനെ ഒന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കണത് കേട്ടോ. അതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളും ഒന്നും ഇട്ടില്ലെങ്കിലും ഹൽവ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ദാ ഹൽവ നന്നായി കുറുകി വന്നു തുടങ്ങി. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുകയാണ്. ഇത്രയും നേരം ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഇത് മീഡിയത്തിലേക്ക് മാറ്റാം. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് കറക്റ്റ് ഹൽവയുടെ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കണം. ഹൽവ പകർത്താൻ വേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രമാണ് നെയ്യ് തടവി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇതിന് പകരം കേക്ക് ടിന്നോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചെറിയ കിണ്ണുണ്ടെങ്കിൽ അതോ ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഹൽവയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം പാത്രം എടുക്കാൻ. ഹൽവ ആവുമ്പോൾ കുറച്ച് കനത്തിൽ കിട്ടണ്ടേ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് മുകൾ ഭാഗം ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഹൽവ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാം. ഇങ്ങനെ കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കിയ നമ്മുടെ സൂപ്പർ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കാത്ത, കളറ് പോലും ആർട്ടിഫിഷ്യൽ അല്ലാത്ത തികച്ചും നാച്ചുറലായിട്ടുള്ള ഹൽവയാണിത്. ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ഹൽവ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.